ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യ പരസ്യ ജീവിതത്തിലൊരുപോലെ സൂക്ഷിച്ച് ഭയപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കുകയും ആ രൂപത്തിൽ മരണപ്പെടുകയും ചെയ്യണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് എങ്ങും എവിടെയും ചർച്ച നടക്കുന്നത് നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഭാര്യമാരും പെങ്ങന്മാരും പെൺമക്കളും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് മുന്നിൽ വച്ച് 2012 ഡിസംബർ 16 സംഭവിച്ച അതിക്രൂരമായ ഒരു സംഭവം
ആ സംഭവവുമായി ബന്ധപ്പെട്ട് ജാതിമത ഭേദമന്യേ എല്ലാ സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ ഘടകങ്ങളുമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരി സമൂഹത്തിന് എവിടെയാണ് ഒരു സുരക്ഷയുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഓരോ 2 മിനിറ്റിലും ഒരു അക്രമമെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് തങ്ങളെങ്ങനെയാണ് സമാധാനത്തോടുകൂടി സുരക്ഷയോടുകൂടി ജീവിക്കുക എന്നാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരിമാരുടെ ചോദ്യം. തീർച്ചയായും അതീവ ഗൗരവത്തോടും അതീവ പ്രാധാന്യത്തോടുകൂടിയും ഈ ചോദ്യത്തെ നമ്മൾ കാണണം. കാരണം ഒരു നാടിൻ്റെ പ്രതാപത്തിൻ്റെ സാക്ഷിയായി, ഒരു നാടിൻ്റെ സമാധാനത്തിൻ്റെ ഉദാഹരണമായി, പ്രതീകമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരിച്ചത് ആ നാട്ടിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സുരക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഹത്താ യസീറ റാകിബു മിൻ സുൻആ ഇലാ ഹദറമൗത്ത്. സുൻആ മുതൽ ഹദറമൗത്ത് വരെ, അഥവാ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഏതാണ്ട് 5 ദിവസത്തോളം വഴിദൂരം വരുന്ന യാത്ര. അത്രത്തോളം ദൂരം യാത്ര ചെയ്യുന്നൊരു മനുഷ്യന് മാ യഖാഫു ഇല്ലല്ലാ, അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്നൊരു കാലഘട്ടം എൻ്റെ സമുദായത്തിൽ കടന്നു വരും. ആ രൂപത്തിൽ പടച്ച റബ്ബവന്റെ കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം, ഇന്ന് സ്ത്രീ സുരക്ഷിതമല്ല എന്ന് നമ്മുടെ നാട്ടിലൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും ഇസ്ലാമിന് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ, അറിയിച്ചു തന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുവാനും പഠിക്കുവാനും തയ്യാറാവുകയാണ് ഈ സമയത്തെങ്കിലും നാം ചെയ്യേണ്ടത്. പലപ്പോഴും ദുഃഖകരമെന്ന് പറയട്ടെ, ഇത്തരം ദുഃഖകരമായ വാർത്തകളും അവസ്ഥകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളെയും ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ രീതികളെയും ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടികളെയും പരിഹസിക്കുകയും അതൊന്നും ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് എന്ന് പേനയുന്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവർ പോലും പറഞ്ഞു എന്നത് നാം കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, വായിക്കുമ്പോൾ ഈ മനുഷ്യന്മാരുടെ മനസ്സിൽ എത്രത്തോളം ഇസ്ലാമിനെ കുറിച്ച് വിരോധമുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഇവർ കാണുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ള കാര്യങ്ങൾ എന്താ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിന് പറയാനുള്ള കാര്യങ്ങൾ അറിയാതെ പോവുകയോ അതല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ഗൗരവത്തോടുകൂടി ജീവിതത്തിൽ പകർത്താതെ പോവുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപകടത്തിന് കാരണമായിട്ടുള്ളത്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, സ്ത്രീകളെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സുരക്ഷ എന്നത് വലിയ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത വിഷയമാണ്. പടച്ച റബ്ബവന്റെ ഗ്രന്ഥത്തിലൂടെയും മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വചനങ്ങളിലൂടെയും
വളരെ കൃത്യമായി സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് A to Z വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലൊക്കെ ഒരു സ്ത്രീ ബന്ധപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഒരു സ്ത്രീ ആചരിക്കേണ്ട, അവൾ ശ്രദ്ധിക്കേണ്ട അവരുടെ മഹിതമായ സ്വഭാവം എന്തായിരിക്കണമെന്നും അവരുടെ പ്രവർത്തനം ഏതു രൂപത്തിലായിരിക്കണമെന്നൊക്കെ ഇസ്ലാമിക പാഠശാലയിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പ്രത്യേകിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഈ വിഷയങ്ങൾ പഠിക്കാൻ സ്ത്രീ തയ്യാറായാൽ, തീർച്ചയായും ഇസ്ലാമിന്റെ പാഠശാലയിൽ നിന്നുകൊണ്ട് ഇസ്ലാം സ്ത്രീയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ, അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ, തീർച്ചയാണ് ആ സമൂഹത്തിന് സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും, ശാന്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും, ആ സമൂഹം സുരക്ഷിതമായിരിക്കും. ഇതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം ഒരുപാട് നിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത്, നിർദ്ദേശങ്ങൾ വെക്കുന്നിടത്ത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷിതയായി തീരാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം അവൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നതാണ്. വസ്ത്രധാരണത്തിലെ മാന്യതയാണ് സ്ത്രീ പീഡനങ്ങളില്ലാതെയാക്കുന്നതിൻ്റെ ആദ്യപടിയായി ഇസ്ലാം കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കൽ നിർബന്ധമാണെന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ഒരു സ്ത്രീക്ക് പുറത്തേക്ക് കാണിക്കാൻ വസ്ത്രം കൊണ്ട് മറക്കേണ്ടതില്ലാത്ത ഏതെങ്കിലും അവയവങ്ങൾ ഉണ്ടെങ്കിൽ അതവരുടെ മുഖവും അതേപോലെ തന്നെ മുൻകൈയും മാത്രമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിലൊരു വസ്ത്രമാണ് സ്ത്രീ ധരിക്കേണ്ടത്. തൻ്റെ മുഖമൊഴികെ, തൻ്റെ മുൻകൈയൊഴികെ ബാക്കിയൊരു ഭാഗവും തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാൾക്കും കാണിക്കാൻ അനുവാദമില്ല ഒരു സ്ത്രീക്ക് ഇസ്ലാമിൽ. തീർച്ചയായും ആ രൂപത്തിലുള്ള വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുന്നതിലൂടെ അവൾ പ്രഖ്യാപിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രഖ്യാപനമുണ്ട് സമൂഹത്തോട്. അവൾക്ക് സമൂഹത്തോടൊരു കാര്യം വിളിച്ചു പറയാനുണ്ട്. എന്താണ് പർദ എന്ന ഇസ്ലാമിക വസ്ത്രധാരണ രീതിയോടുകൂടി നടക്കുന്ന ഒരു സ്ത്രീക്ക് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവൾ പ്രഖ്യാപിക്കുന്നത് താനൊരു കച്ചവടച്ചരക്കല്ല, പരസ്യ വിപണിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവളല്ല താൻ, മറിച്ച് പടച്ച റബ്ബിന്റെ വിനീതയായ ദാസിയാണെന്ന്, അതിലൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് താനെന്ന് സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ് ഒരു സ്ത്രീ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ രീതി അങ്ങനെയായിരിക്കണം. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി നോക്കൂ നിങ്ങൾ, സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാ. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك അദ്നാ യുറഫ്ന ഫലാ യുഉദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. യാ അയ്യുഹൻ നബിയ്യേ, പ്രവാചകരെ, കുൽ താങ്കൾ പറയണം, ലി അസ്വാജിക താങ്കളുടെ ഭാര്യമാരോട്, വബനാതിക താങ്കളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ വിശ്വാസിനി സമൂഹത്തോടും പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ മുഖമക്കനകൾ അവർ താഴ്ത്തിയിടട്ടെ എന്നവരോട് പറയണം. മാത്രവുമല്ല ദാലിക അദ്നാ യുറഫ്ന എന്തിനു വേണ്ടി അവരുടെ മുഖമക്കനകൾ താഴ്ത്തിയിടാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ദാലിക അദ്നാ യുറഫ്ന അവൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അവൾ മോശമായ പെണ്ണല്ല. സമൂഹത്തിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, മോശമായി നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്.
അള്ളാഹുവിനെ ഭയപ്പെടാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്, പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടവളല്ല. മാത്രവുമല്ല ഫലാ യുഅ്സൈൻ, അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. അഥവാ ഇത്തരം ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ മറ്റുള്ള ആളുകൾ പോലും നോക്കിക്കാണുക അവൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവളാണ് എന്നതുകൊണ്ട് തന്നെ അവളെ ശല്യം ചെയ്യാൻ ആരും കടന്നു വരില്ല. അതുകൊണ്ടാ അല്ലാഹ് പറഞ്ഞത് ഫലാ യുഅ്സൈൻ, സ്ത്രീ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അല്ലാഹ് പറയുന്നു വീണ്ടും സൂറത്തുൻ നൂറിൽ 31-ാമത്തെ വാചകം, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രത്യക്ഷമായതല്ലാതെ മറ്റൊന്നും അവർ വെളിപ്പെടുത്താൻ പാടില്ല. മാത്രവുമല്ല വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകളതാ അവർ കുപ്പായമാറിടത്തിലൂടെ താഴ്ത്തിയിടണം. ഒരു സ്ത്രീയുടെ ഡ്രസ്സിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി പഠിപ്പിക്കുക. എന്താ സ്ത്രീയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവൾ മുഖമക്കന ധരിക്കണം, ജിൽബാബ് ധരിക്കണം. ആ ജിൽബാബ് ധരിക്കുന്നതിലൂടെ അവളുടെ മാറിടത്തിലൂടെ ആ ജിൽബാബ് താഴ്ത്തിയിടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പഠിപ്പിക്കുക. എന്തിനാ? ഫലാ യുഅ്സൈൻ, അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, അവളെ മറ്റൊരാളും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാ, അവളുടെ സുരക്ഷിതത്വം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. ഇന്ന് പോണം നമ്മുടെ വീട്ടിലേക്ക്, ഇന്ന് നോക്കണം നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് ആദ്യം നോക്കണം നമ്മുടെ ഭാര്യയിലേക്ക്, ആദ്യം നോക്കണം നമ്മുടെ ഉമ്മയിലേക്ക്, ആദ്യം നോക്കണം നമ്മുടെ സഹോദരിയിലേക്ക്, പ്രായപൂർത്തിയായ പെൺമക്കളിലേക്ക്. എന്താ നോക്കേണ്ടതെന്നറിയോ? ഈ രൂപത്തിലുള്ള ഡ്രസ്സാണോ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്? എൻ്റെ ഭാര്യ ധരിക്കുന്ന ഡ്രസ്സ് ഈ രൂപത്തിലുള്ള ഡ്രസ്സാണോ? എൻ്റെ പ്രായപൂർത്തിയായ പെൺമക്കളും എൻ്റെ സഹോദരിയും എൻ്റെ ഉമ്മയും മടങ്ങുന്ന സ്ത്രീ സമൂഹം അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണല്ലോ ചർച്ച. അവരുടെ സുരക്ഷയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നാം നമ്മുടെ വീട്ടിലെ നമ്മുടെ പെൺമക്കളെ കുറിച്ച്, നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ ഉമ്മയെക്കുറിച്ച്, നമ്മുടെ പെങ്ങളെക്കുറിച്ചാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ആദിയും പേടിയും ഉണ്ടാവേണ്ടത്. ഏറ്റവും വലിയ വിഷയം അവിടെ തന്നെയാണല്ലോ. അതുകൊണ്ട് ആദ്യം നോക്കണം വീട്ടിലേക്ക്, ആദ്യം നോക്കണം നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഭാര്യയിലേക്ക് നോക്കണം, നമ്മുടെ പെൺമക്കളിലേക്ക് നോക്കണം, നമ്മുടെ വീട്ടിലെ ഉമ്മയിലേക്കും സഹോദരിയിലേക്കും നോക്കണം. ഈ രൂപത്തിലുള്ള ഡ്രസ്സാണോ നാം അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്? നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും അടങ്ങുന്നവരൊക്കെ ധരിച്ചിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, നോക്കണം. അല്ലേ? പലപ്പോഴും അവരുടെ ദേഹത്തിന്റെ ഷേപ്പ് കാണുന്ന, മറ്റുള്ളവർക്ക് ആകർഷണീയമായി തോന്നുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളാണ് നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെൺമക്കളും നമ്മുടെ വീട്ടിലെ മറ്റുള്ള സഹോദരിമാരും അണിയുന്നത് എങ്കിൽ പിന്നെ അവരെങ്ങനെ സുരക്ഷിതരാകും? അല്ലേ? ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാത്ത പ്രയാസ, നമ്മുടെ മക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാത്ത പ്രയാസ. നമ്മളെന്താ നോക്കാറുള്ളത്? നമ്മുടെ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം വേണം. ശരിയാണ്, തീർച്ചയായും നൽകണം. അതൊരു രക്ഷിതാവിന്റെ നിർബന്ധമായ ബാധ്യത തന്നെയാണ്. പക്ഷേ ആ വിദ്യാഭ്യാസം എവിടെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അവിടുത്തെ യൂണിഫോം ഇസ്ലാമികമല്ല. പക്ഷേ ഭൗതികമായ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് യൂണിഫോമിന് പ്രാധാന്യം നൽകാതെ നമ്മുടെ മക്കൾ സെക്സിയായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ ശരീരം മറ്റുള്ളവർ ആകർഷിക്കുന്ന രൂപത്തിൽ, കാമവറിയന്മാർക്ക് നോക്കിക്കണ്ടാസ്വദിക്കുന്ന രൂപത്തിൽ അവൾ ഡ്രസ്സ് ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള യൂണിഫോമുകൾ ധരിപ്പിക്കുന്ന സ്കൂളുകൾ, അതാണ് ഏറ്റവും വലിയ ഭൗതികമായി ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ന്യായീകരണം, ചോദ്യങ്ങൾ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? കാരണം അവിടെയാണല്ലോ കൂടുതൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നത്. അല്ലേ? ഇന്ന് നമ്മുടെ മക്കൾ ഫാഷന്റെ ലോകത്താ, വസ്ത്രങ്ങളുടെ മുമ്പിലാ, മാർക്കറ്റിലിറങ്ങുന്ന പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നത്
നമ്മുടെ ഉമ്മത്തിലെ മെമ്പർമാരാ. ആദ്യമൊക്കെ സാധാരണ പറയാറുണ്ട് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ എന്ന്. ഇന്നതൊക്കെ പോയി എല്ലാവരും ഒരുപോലെയായി. വസ്ത്രങ്ങൾ വാങ്ങാൻ ക്യൂ ആണ്, ടെക്സ്റ്റൈൽസുകൾ ക്യൂ ആണ്. ആരാ ഏറ്റവും കൂടുതൽ? നമ്മുടെ ഉമ്മത്തിലെ ആളുകളാ. പോകണ്ടെന്നല്ല, വസ്ത്രം വാങ്ങണ്ടെന്നല്ല, പക്ഷേ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രത്യേകിച്ച് മോഡലുകൾ അഥവാ പുതിയ സിനിമകളിൽ അതിലെ നായികനും അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് പ്രത്യേകമായ പേര് നൽകുകയും ആ പേരിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്കും കോളേജുകളിലേക്കും ക്യാമ്പസുകളിലേക്കും പോകാൻ, അതേപോലെ തന്നെ പാർക്കിലേക്കും അതേപോലെ തന്നെ ഷോപ്പിങ്ങിനും പോകാൻ നമ്മുടെ പെൺമക്കൾക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും വല്ലാത്തൊരു താല്പര്യം. ഡ്രസ്സ് ധരിച്ച് മണിക്കൂറുകളോളമാണ് കണ്ണാടിക്ക് മുമ്പിൽ ചെലവഴിക്കുന്നത്. എത്ര സമയമാ അണിഞ്ഞൊരുങ്ങാൻ? അള്ളാഹുവിനോട് കണക്ക് പറയേണ്ട സമയം വെറുതെ യാതൊരു ഉപകാരവുമില്ലാതെ ചെലവഴിച്ചതിന്റെ പേരിൽ അതൊന്നും പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, പലപ്പോഴും സാധാരണ നമ്മൾ പറയാറുണ്ട് അതിന് കുറ്റക്കാരായി നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് നമ്മുടെ ഭാര്യയിലേക്ക് മാത്രമല്ല, നമ്മുടെ പെൺമക്കളിലേക്കോ സഹോദരിമാരിലേക്കോ മാത്രമല്ല, മറിച്ച് ആദ്യം ചൂണ്ടേണ്ട വിരൽ നമ്മിലേക്ക് തന്നെയാ. എന്താ കാരണം എന്നറിയോ? ആരാ അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തത്? ആരാ പണം കൊടുത്തത്? ആരാ അവർക്ക് സാമ്പത്തികമായ സഹായം നൽകി? നമ്മളല്ലേ. ചെറിയ മക്കൾക്ക് നമ്മൾ പലപ്പോഴും പെൺകുട്ടിയല്ലേ, ചെറിയ മോളല്ലേ എന്ന് വിചാരിച്ച് ആൺമക്കളുടെ ഡ്രസ്സുകൾ ധരിപ്പിക്കാം. ജീൻസും അതേപോലെയുള്ള ടീഷർട്ടും പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് വരെ ധരിപ്പിക്കുന്ന ഒരവസ്ഥയാണെന്ന്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞ വിഭാഗം ആരാണെന്നറിയോ? സ്ത്രീയുടെ വേഷമണിയുന്ന പുരുഷന്റെ വേഷമണിയുന്ന സ്ത്രീ. ആലോചിക്കണം, ഗൗരവമുള്ളതാ വിഷയം. നമ്മുടെ മക്കൾ സാധാരണ നമ്മൾ പറയും ചെറിയ മക്കളല്ലേന്നാ. എന്നിട്ട് ചെറിയ മക്കളാണെങ്കിലോ അവർ നാളെയുടെ തലമുറകളാ. അവർ പരിശീലിക്കുകയാണ്. ഇന്ന് നാം എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇതേ രൂപത്തിലാണെങ്കിൽ ഒരൽപ്പം വളർന്നു വരുമ്പോഴും അവർ വാശി പിടിക്കുകയും അവർ വാങ്ങണമെന്ന് പറയുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ഡ്രസ്സ് തന്നെയാ. പിന്നെ വളർന്നു വലുതായാലും അതിനോട് അവർക്ക് താല്പര്യം കാണും. അതുകൊണ്ട് ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കണം. ഇസ്ലാം പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ഇന്ന് നമ്മുടെ സഹോദരിമാർ പർദ്ദ ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. പർദ്ദയാണോ ധരിച്ചത്? അതെ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവറത്ത് മറന്നിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ ഇസ്ലാം പറഞ്ഞല്ലോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചാലും അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ അവയവങ്ങൾ വെളിവാക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെയ്പ്പ് പ്രകടമാകുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളാണ് പലപ്പോഴും സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാരും ഭാര്യമാരും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെയും പ്രയാസപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒന്ന് ബോധവാന്മാരാകാൻ വേണ്ടി മാത്രം. പ്രത്യേകമായ സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് അതിന് പ്രാധാന്യം കൂടാറുള്ളത്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, നേരടിക്കുന്ന നേർത്ത വസ്ത്രങ്ങൾ ഒരു സ്ത്രീ അണിയാൻ പാടില്ല. ഷെയ്പ്പ് കാണുന്ന രൂപത്തിലുള്ള ദേഹത്തിന്റെ ഷെയ്പ്പ് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ സ്ത്രീ അണിയാൻ പാടില്ല. മറിച്ച് ലൂസുള്ള വസ്ത്രമായിരിക്കണം ഒരു സ്ത്രീ ധരിക്കേണ്ടത്. പർദ്ദയാണെങ്കിൽ പോലും ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അവർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാ, പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാ. എങ്ങനെ ഒരു സ്ത്രീയെ പർദ്ദ ധരിപ്പിച്ചുകൊണ്ട് സെക്സിയാക്കാമെന്നുള്ള പഠനങ്ങൾ. കാരണം എന്താണെന്നറിയോ? ഇന്ന് മുസ്ലിം സമൂഹത്തോട് പർദ്ദ ധരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അനുസരിക്കൂല. പണ്ടൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീ പർദ്ദ ധരിച്ചാൽ തന്നെയും അവളെ ഒരു വലിയ ഒരു വിഷയമായി സമൂഹം കാണുന്നുണ്ടായിരുന്നു. മുഖമക്കര ധരിച്ചെങ്ങാനും സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒരു സ്ത്രീ കടന്നു വന്നാൽ അവളെ ഒരു പ്രത്യേകമായ ഒരു സ്ത്രീയായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു, കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നതൊക്കെ പോയി. ഇന്നെല്ലാവർക്കും പർദ്ദ വേണം.
ഇന്നെല്ലാവർക്കും പർദ്ദ വേണം. എത്രത്തോളം നാം താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് പോലും വ്യഭിചാരത്തിനു വേണ്ടി പോലും ഇറങ്ങിത്തിരിക്കുന്ന അത്തരം വ്യഭിചാരിണികൾ പോലും ധരിച്ചുകൊണ്ടിരിക്കുന്നത് പർദ്ദകൾ തന്നെയാ. അവർക്ക് പോലും പർദ്ദ വേണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആലോചിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എങ്ങനെ ഒരു സ്ത്രീയെ പർദ്ദ ധരിപ്പിച്ചുകൊണ്ട് സെക്സിയാക്കാമെന്നതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തില. എന്താ റസൂലുള്ളാഹിന്റെ വാചകം? സിൻഫാനി മിൻ അഹ്ലിന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുക, രണ്ട് വിഭാഗം ആളുകൾ നരകത്തില. ആരാ രണ്ട് വിഭാഗം? അതിൽ രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞു, വനിസാഉൻ, കുറച്ച് പെണ്ണുങ്ങളാ. എന്താ പെണ്ണുങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം? കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്രിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവർ കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്. പക്ഷേ കാരണം വസ്ത്രം ധരിച്ചാലും അവർ വസ്ത്രം ധരിക്കാത്തവരെ പോലെ തന്നെയാണ്. മാത്രവുമല്ല, അവർ ചാനും ചരിഞ്ഞും നടന്ന് മറ്റുള്ള പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അവരുടെ സംസാര രീതിയും അവരുടെ നടപ്പും അവരുടെ വസ്ത്രധാരണ രീതിയും. അതുകൊണ്ട് തന്നെ ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹാ, കാതങ്ങളോളം മടിച്ചു വീശുന്ന സ്വർഗീയ ആ സുഗന്ധം പോലും ആസ്വദിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകില്ല. നോക്കുങ്ങള്, സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, ഒരുപാട് കാതങ്ങളോളം മടിച്ചു വീശുന്ന സ്വർഗീയ സുഗന്ധം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയൂല എന്നാ. അതുകൊണ്ട് തന്നെ പർദ്ദ ധരിച്ചാൽ പോരാ, മറിച്ച് ലൂസുള്ള പർദ്ദ, അയഞ്ഞ വസ്ത്രമാണ് സ്ത്രീയുടെ ഡ്രസ്സായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്നുണ്ട്. ഖിയാമത്ത് നാൾ അടയാളം പറയുന്നിടത്ത് പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടത് തന്നെയാണ് അയ്യദ്ഹറ ശുഹ്, പിശുക്ക് വ്യാപകമാവുന്നൊരവസ്ഥ വരും. അതേപോലെ തന്നെ വൽ ഫുഹ്ഷ്, തോന്യാസം അധികരിക്കും. വയുഅ്തമനുൽ ഖായിൻ, ചതിക്കുന്നവനെ വിശ്വസിക്കുകയും, വയുഖവ്വനുൽ അമീൻ, വിശ്വസിക്കുന്നവൻ ചതിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം വരും. അവസാനമായി പറഞ്ഞു, വയദ്ഹറു സിയാബു യൽബസുഹാ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, സ്ത്രീകളതാ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിച്ച സ്ത്രീകൾ തന്നെയാണ്, പക്ഷേ അവർ നഗ്നകളാണ്, വസ്ത്രം ധരിക്കാത്തവരെ പോലെയാ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കാം. അതുകൊണ്ട് സഹോദരിമാരോട് നമ്മൾ പറയണം, അവരുടെ സുരക്ഷിതമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതിനൊന്നാമതായി സ്വീകരിക്കേണ്ടത് അവരുടെ വസ്ത്രധാരണ രീതി തന്നെയാണ്. ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അവർ വസ്ത്രധാരണ രീതിയായിരിക്കണം. ഇസ്ലാം പറഞ്ഞ വസ്ത്രം ധരിക്കാൻ അവർക്ക് കഴിയണം. ഒരുപക്ഷെ സമൂഹത്തിൽ ആളുകൾ വെറുപ്പ് പ്രകടിപ്പിച്ചേക്കാം, സമൂഹത്തിൽ ആരെങ്കിലും കളിയാക്കിയേക്കാം. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായി മാറരുത്. മറിച്ച് അള്ളാഹു പഠിപ്പിച്ചൊരു ഡ്രസ്സ്, അവന്റെ ദൂതൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഡ്രസ്സ്, ഇതാണ് ഈ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സഹോദരിമാര് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവളുടെ സംസാരം അവൾ നിയന്ത്രിക്കണം എന്നാണ്. സംസാരം നിയന്ത്രിക്കണം. കാരണം പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക ആകർഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ ലൈംഗിക വിചാരത്തെ ഉത്തേജിപ്പിക്കുന്ന പഠനങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പറയുന്നത് പുരുഷന്മാർക്ക് രണ്ടവസ്ഥകളാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയിലേക്ക് ആകർഷിക്കാൻ കാരണമായി തീരുന്നത്. അതിലൊന്ന് നോട്ടമാണെങ്കിൽ രണ്ടാമത്തെ സംസാരമാ. ഒരു സ്ത്രീയുടെ സംസാരം കേട്ടാൽ അതേത് സ്ത്രീ ആയാലും ശരി, അവരുടെ സംസാരത്തിലെങ്ങാനും ഒരൽപ്പം മൈനസ് വന്നാൽ, ഒരൽപ്പം കൊഞ്ചിക്കുഴയിൽ വന്നാൽ, തീർച്ചയായും ആ സംസാരം കേൾക്കുന്ന പുരുഷന് ആ സ്ത്രീയോട്
മോശമായ രൂപത്തിലുള്ള ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാന്റെ വാചകം നമുക്ക് കാണാൻ സ്വാഭാവികമായും ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ടി വന്നേക്കാം. കടയിൽ പോകുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, അതേപോലെ തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും രൂപത്തിൽ വാഹനത്തിൽ സഞ്ചരിക്കേണ്ടി വന്നാൽ, അതേപോലെയുള്ള മറ്റേതെങ്കിലും അവസ്ഥകൾ വന്നാൽ, ജോലിക്ക് പോകേണ്ടി വന്നാലൊക്കെ സ്വാഭാവികമായും അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ടി വന്നേക്കാം. തന്റെ മക്കളോട്, അധ്യാപകരോട് ഒരു പക്ഷേ സംസാരിക്കേണ്ടി വന്നേക്കാം. അന്യപുരുഷന്മാരാണ്, സംസാരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെയൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വരണം അവരുടെ രണ്ട് ജ്യേഷ്ഠത്തിമാരുടെ ചിത്രം അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഏതാണെന്നറിയോ? മഹാനായ പ്രവാചകൻ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ രണ്ട് മക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വെള്ളമെടുത്തു കൊടുത്ത ആ രംഗം, സഹായിച്ച രംഗമൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ രംഗം ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ രണ്ട് പെൺമക്കൾ ചെന്ന് പറയുകയും, അങ്ങനെ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പെൺമക്കളോട് നിങ്ങളെ സഹായിച്ച അയാളെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ആ രണ്ട് പെൺമക്കളും അതാ അവർ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് കടന്നു ചെല്ലുന്ന രംഗം ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഖസസിലെ 25-ാമത്തെ വാചകം അല്ലാഹ് പറഞ്ഞു, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ, അവരതാ ഒരൽപ്പം നാണത്തോടു കൂടിയ, ഒരൽപ്പം ലജ്ജയോട് കൂടിയ ആ പെൺകുട്ടികൾ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് കടന്നു ചെല്ലുന്നത്. മൂസാന്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനാ? അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനാ? ഒരൽപ്പം ലജ്ജ. സ്ത്രീയുടെ മാന്യതയുടെ അടയാളമാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. സ്ത്രീയിൽ ഒരൽപ്പം ലജ്ജയുണ്ടാവണം, ഒരൽപ്പം നാണുണ്ടാവണം. മാത്രല്ല, എന്നിട്ട് ആ സ്ത്രീകൾ പറഞ്ഞ, ആ പെൺകുട്ടികൾ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ. ഖാലത്തു ഇന്ന റബ്ബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. അളന്നു മുറിച്ച വാചകം. ആദ്യമായിട്ട് കണ്ടാളാ, ഒരുപാട് നേരം സംസാരിക്കാൻ അവർ നിൽക്കുന്നില്ല. മറിച്ച് ഇതാ എൻ്റെ ഉപ്പങ്ങളെ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. അളന്നു മുറിച്ച വാചകം നോക്കൂ നിങ്ങൾ. ഇതായിരിക്കണം ഒരു പെൺകുട്ടിയുടെ സംസാരം. ഇതാണ് ഒരു പെൺകുട്ടിയുടെ മാന്യത. ഇതാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായും ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും, ഇല്ലെങ്കിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടും, സ്ത്രീകൾ ശല്യം ചെയ്യപ്പെടാൻ കാരണമായി തീരും. അള്ളാന്റെ വാചകം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. സ്ത്രീകളോട് പറയാ, അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടായാൽ, സാഹചര്യമുണ്ടായാൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, മയപ്പെടുത്തി സംസാരിക്കരുത്. അന്യപുരുഷന്മാരോടെ, ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് പോലെ അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല, കൊഞ്ചിക്കുഴയാൻ പാടില്ല എന്നർത്ഥം. എന്നാലോ ഇനി അങ്ങനെ സംസാരിച്ചാലോ, ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ മനസ്സിൽ രോഗം വരുന്ന ചില പുരുഷന്മാരുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. നിങ്ങളോട് സ്നേഹം തോന്നുന്ന, നിങ്ങളോട് മോശമായ ചിന്ത വരുന്ന ചില പുരുഷന്മാരുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, സംസാരിക്കണ്ടെന്നല്ല, സംസാരിക്കേണ്ട അവസ്ഥ വന്നാൽ, സാഹചര്യം വന്നാൽ മാന്യമായി സംസാരിക്കണം, നല്ല വാക്ക് പറയണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. സ്ത്രീകൾ അവരുടെ സംസാര രീതി ശ്രദ്ധിക്കണം. ഭർത്താവിനോട് കൊഞ്ചിക്കുഴയുന്നത് പോലെ ഇന്ന് അതിന് നേരമില്ലല്ലോ. ഇന്ന് ഏതെങ്കിലും അന്യപുരുഷന്മാരോടാണെങ്കിൽ കൊഞ്ചിക്കുഴയാൻ ഒരു പ്രശ്നമില്ല. എന്നാൽ ഭർത്താവിനോടാണെങ്കിലോ അപ്പോൾ ദേഷ്യത്തോടു കൂടിയുള്ള സംസാരം. അങ്ങനെ കൊഞ്ചിക്കുഴയുന്ന ഭർത്താവിനോട് കൊഞ്ചിക്കുഴയുകയും ആ സംസാര രീതി മറ്റുള്ളവരിലേക്ക് പ്രകടമാവാതെ, മറ്റുള്ളവരിലേക്ക് ചാഞ്ഞു പോവാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഇസ്ലാമിന് പറയാനുള്ള രണ്ടാമത്തെ മാർഗം. അല്ലെ, സംസാരം വലിയ അപകടം. ഇന്ന് മൊബൈൽ ഫോൺ ഒരുപാട് ഉപകാരങ്ങളുണ്ടെങ്കിലും, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിലും, ഒരു വിഷയമായി മാറിയിട്ടുണ്ടെങ്കിലും അതേറെയും ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മോട് പറയാറുണ്ട്, മിസ്ഡ് കോളുകൾ മിസ്ഡ് ഗേളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം പോയി.
മിസ്ഡ് കോളുകൾ മിസ്ഡ് വൈഫായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. പ്രവാസികളെന്നും പലപ്പോഴും വാർത്തകൾ കേൾക്കുമ്പോൾ, ദിനേനയുള്ള പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ പേടിയാ. നാളെന്തായിരിക്കും എൻ്റെ കുടുംബത്തിന്റെ വാർത്ത, എന്തായിരിക്കും എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ? പേടിയാ ഇന്ന്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പേടിക്കണം. വാങ്ങിക്കൊടുക്കുന്ന ഉപകരണങ്ങളും അതേപോലെയുള്ള ആധുനിക സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അള്ളാഹനെ പരിചയപ്പെടുത്തണം. ആരാ പടച്ച റബ്ബെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും. ഏറ്റവും വലിയ വില്ലനായി മാറിക്കഴിഞ്ഞു ഇന്ന് മൊബൈൽ. അഭിഹിത ബന്ധത്തിന്റെ തുടക്കം ഇന്ന് മൊബൈലാ. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്വാൻ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും തനിച്ചാവാൻ പാടില്ല. അങ്ങനെ തനിച്ചായാൽ മൂന്നാമനായി പിശാച് കടന്നു വരും. മൊബൈലിലൂടെ സംസാരിക്കുമ്പോൾ ഒരറ്റത്തിൽ ഞാനാണെങ്കിൽ മറുതലക്കിൽ മറ്റൊരു പെണ്ണാണെങ്കിൽ അതിനിടയിൽ മറ്റാരും കേൾക്കാനില്ല, അറിയാനില്ല. തൊട്ടടുത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇവരുടെ സംസാരം മറ്റൊരാൾ കേൾക്കാനില്ല. മൂന്നാമനായി പിശാച് കടന്നു വരും. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കണം. ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് അത് ലിഫ്റ്റിലായാലും വാഹനത്തിലായാലും മറ്റെവിടെയായാലും ശരി, നമുക്ക് ഓർമ്മ വരണം. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികൾക്ക് മാതൃകയായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹയെ നമ്മൾ പഠിച്ചില്ലേ? മറിയം ബീവിയുടെ അടുത്തേക്ക് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ മറിയം ബീവിക്ക് മനസ്സിലായില്ല ആ വരുന്നത് മലക്കാണെന്ന്. കാരണം ഒരു മനുഷ്യരൂപത്തിലാണല്ലോ വരുന്നത്. അത് കണ്ട ഉടൻ, ആ മനുഷ്യരൂപം കണ്ട ഉടൻ മറിയം ബീവിയുടെ വാചകം എന്താണെന്നറിയോ? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്തു തഖിയാ. ഞാനിതാ നിന്നിൽ നിന്നും അല്ലാഹുവിൽ അഭയം തേടുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? ആരാ പറയുന്നത്? ലോകവിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പടച്ച റബ്ബ് പറഞ്ഞ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാം. ആ മറിയം ബീവിയാ പറയുന്നത്, തന്റെ മുന്നിലേക്ക് കടന്നു വന്ന മലക്ക് മനുഷ്യരൂപത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അത് മലക്കാണെന്ന് തിരിച്ചറിയാതെ വന്നപ്പോ അതാ മറിയം ബീവി പറയുന്നു, നിന്നിൽ നിന്നും ഞാൻ അല്ലാഹുവോട് ശരണം തേടുന്നു. ഇതാണ് സഹോദരങ്ങളെ സൂക്ഷ്മത എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്ക. സംസാരം വലിയ അപകടമുണ്ടാക്കും. ഭർത്താവിനോടല്ലാതെ ആകർഷണം തോന്നുന്ന രൂപത്തിൽ മറ്റൊരു അന്യപുരുഷനോടും സംസാരിക്കാൻ പാടില്ല. ഇതിനർത്ഥം ഏതെങ്കിലും പുരുഷന്മാരെ കാണുമ്പോൾ ദേഷ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി സംസാരിക്കണം എന്നല്ല. അതാ അല്ലാഹ് പറഞ്ഞത്, വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായി സംസാരിക്ക. എന്തെങ്കിലും സംസാരിക്കണോ സംസാരിച്ചോ, പക്ഷെ സംസാരിക്കേണ്ട വിഷയമായിരിക്കണം. അതോടുകൂടി ആ സംസാരം അവിടെ അവസാനിപ്പിക്കുകയും വേണം. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തനിച്ചാവ, അന്യപുരുഷന്മാരുമായി തനിച്ചാവ എന്നുള്ളത് തീർച്ചയായും അതെവിടെ വെച്ചായാലും എന്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞായാലും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. മഹറമായ പുരുഷനോടൊപ്പമല്ലാതെ ഒരു സ്ത്രീ തനിച്ചാവാനോ യാത്ര ചെയ്യാനോ പാടില്ല. ആരാണ് മഹറം എന്ന് പറഞ്ഞാൽ? വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവർക്ക് മഹറം എന്ന് പറയാം. ഓരോന്നായി ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തു നൂറിലെ 31-ാമത്തെ വാചകത്തിലും സൂറത്തു നിസായിലെ 23-ാമത്തെ വാചകത്തിലും ആരാണ് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവർ, ആരാണ് മഹറം എന്ന് വിശദീകരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ അതൊന്നെടുത്ത് അതിന്റെ പരിഭാഷയൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ആരാണ് മഹറം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആ മഹറമായ പുരുഷനോടൊപ്പം മാത്രമേ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. മറ്റെല്ലാം മഹറാമ. തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരന്യ സ്ത്രീയും ഒരന്യ പുരുഷനും തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ വാചകം, വലാ തുസാഫിറൻ ഇംറഅ ഇല്ലാ വമഅഹാ മഹറം. മഹറമോട് കൂടിയല്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്യാൻ പാടില്ല. ഹജ്ജ് പോലും ഒരു സ്ത്രീക്ക് മഹറമായി കൂടെ പോകാൻ ആളില്ലെങ്കിൽ നിർബന്ധമില്ലെന്ന പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. നോക്കുങ്ങൾ, ഇന്നുണ്ടല്ലോ ദീർഘദൂര യാത്രക്ക് ഒരു പേടിയില്ല. ജോലിയുടെ കാരണങ്ങൾ പറഞ്ഞ്, അതേപോലെ തന്നെ മറ്റൊരുപാട് കാരണങ്ങൾ പറഞ്ഞ്
ദീർഘദൂര യാത്ര, പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ബസ് സ്റ്റോപ്പിലും അതേപോലെ തന്നെ ട്രെയിൻ കയറ്റിയും ഒക്കെ പറഞ്ഞയക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറ്റിവിടാം, വാഹനം കയറ്റിവിടാം. എന്നിട്ട് അവിടെ ചെന്നാൽ ഒരു പക്ഷേ വിളിച്ചെങ്കിലായി എത്തിന്ന്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എത്തി എന്നൊക്കെ അറിയിക്കുന്നത്. ഒരു പേടിയുമില്ല രക്ഷിതാക്കൾക്ക്, ഒരു ഭയവുമില്ല രക്ഷിതാക്കൾക്ക്, അല്ലേ? ഇന്ന് നാം വായിച്ചു കൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എന്തെന്തൊക്കെ ആ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുണ്ടോ, പീഡന കഥകളുണ്ടോ, അതിൻ്റെയൊക്കെ പിന്നിൽ തനിച്ചുള്ള യാത്രകൾ തന്നെയാണ്. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച സൗമ്യ പോലുള്ള, സിന്ധു പോലുള്ള നമ്മുടെ സഹോദരിമാർ. ട്രെയിൻ യാത്രയല്ലേ പ്രശ്നം? തനിച്ചുള്ള യാത്രയല്ലേ പ്രശ്നം? ആ പ്രശ്നമില്ലാതാക്കണം. അത്തരം യാത്രകൾ പാടില്ലെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ സുരക്ഷ എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായി ഇസ്ലാം പഠിപ്പിച്ചൊരു വിഷയം തന്നെയാണ്, കാര്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അല്ലേ? അപ്പം ചോദിക്കും, എൻ്റെ മക്കൾക്ക്, എൻ്റെ പെൺകുട്ടിക്ക് ഇന്ന വിദ്യാഭ്യാസം വേണ്ടേ? അവളെ എഞ്ചിനീയർ ആക്കണ്ടേ? അവളെ ഡോക്ടറാക്കണ്ടേ? അല്ലെങ്കിൽ മറ്റുള്ള പഠനങ്ങൾക്ക് അവളെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിടണ്ടെന്നല്ല, എഞ്ചിനീയർ ആക്കണ്ടെന്നല്ല, ഡോക്ടറാക്കണ്ടെന്നല്ല. മറിച്ച് കൂട്ടിന് പോകാൻ ആളില്ലെങ്കിൽ, മഹറമായി വിശ്വസ്തരായ ആളില്ലെങ്കിൽ പറഞ്ഞയക്കണ്ട പ്രിയപ്പെട്ടവരെ. നഷ്ടപ്പെട്ടിട്ട് വിലപിച്ചിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട്, പ്രയാസമുണ്ടായിട്ട് തൻ്റെ മോൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആർക്കായി ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? MBBS-നും അതേപോലെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയല്ലേ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കണം. നമ്മുടെ മക്കളാ, അവരുടെ സുരക്ഷിതത്വമാണ് നമുക്ക് വലുത്. നമ്മൾ നന്നായിട്ട് ആലോചിക്കുക, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങൾ, നമ്മൾ തിരിച്ചറിയണം, ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്, പഠനങ്ങൾ തെളിയിക്കുന്നത്, കൗൺസിൽ സെന്ററുകൾ പഠിപ്പിക്കുന്നതും അറിയിക്കുന്നതും ഏറ്റവും അടുത്ത കുടുംബങ്ങളാൽ തന്നെയാണെന്ന. വായിക്കാറില്ലേ? വായിച്ചില്ലേ ഇന്നലെയും ഇനിയാതുമായിട്ടൊക്കെ? ഇന്നതൊക്കെ പണ്ടൊക്കെ ഒരു പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടിയ സമൂഹം നോക്കിക്കണ്ടിരുന്നത്. ഇന്നതൊരു വലിയ വാർത്തയല്ലാതായി മാറിക്കഴിഞ്ഞു. കാരണം പത്രം എടുത്ത് നോക്കിയാൽ എന്തായാലും 2-3 വാർത്ത ഉണ്ടാകും. എന്തായാലും TV വെച്ചാൽ, വാർത്ത വായിക്കുന്നത് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകും. റേഡിയോ വെച്ചാലും ഇത്തരത്തിലുള്ള വാർത്തകളില്ലാത്ത ചുരുക്ക, അല്ലേ? തൻ്റെ വാപ്പയുടെ ബീജം പേറേണ്ടി വന്ന പെൺമക്കളുടെ, ഹതഭാഗ്യരായ പെൺമക്കളുടെ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സഹോദരനും സഹോദരിയും തമ്മിലുള്ള മറകളില്ലാതായി തീരുന്ന വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പേടിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? കസിൻ ബ്രദറെന്നും അതേപോലെ തന്നെ അയൽക്കാരനെന്നും സഹപാഠിയെന്നും സഹപ്രവർത്തകനെന്നും തൻ്റെ കൂടെ പണിയെടുക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാനുള്ള അനുവാദം രക്ഷിതാക്കളും ഭർത്താക്കന്മാരും വാപ്പമാരും നൽകുമ്പോൾ നമ്മൾ അറിയണ്ടേ? മഹാനായ തിരുദൂതന്റെ ഒരു ഹദീസ്, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. അത് കേട്ടപ്പോൾ അൻസ്വാരിയായ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഫറഅയ്തൽ ഹമുവ, ഹമുവായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലോ കടന്നു ചെല്ലുന്നത്? അഥവാ ഹമു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആങ്ങള, പെങ്ങൾ, മക്കൾ എന്നൊക്കെ പറയില്ലേ? അത്തരത്തിലുള്ള ആളുകൾ, അവർക്കാണ് ഹമു എന്ന് പറയാം. ആ ഹമുവായിട്ടുള്ള ഒരുത്തനും നമ്മുടെ പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ സഹോദരി തനിച്ചാകുന്നൊരു ഘട്ടം വന്നാൽ എന്താ റസൂലേ, അതിന് വല്ല പ്രയാസമുണ്ടോ? അത് അപകടമുണ്ടോ? സൂക്ഷിക്കേണ്ടതുണ്ടോ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം? പ്രയാസമില്ലാന്ന അല്ല, അൽ ഹമു അൽ മൗത്ത്, അതാണ് ഏറ്റവും വലിയ അപകടമെന്ന് മാത്രമല്ല അതിലൂടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ തിരുദൂതൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ് നമ്മൾ കേട്ടത്.
ഇന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പേടിയുമില്ല. ആരോടൊപ്പം പോണത്? നമ്മളിവിടെ നമ്മുടെ ഭാര്യ അനുജനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യാം. നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടി അവരുടെ കസിൻ ബ്രദറെന്നും അതേപോലെയുള്ള പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ആ രൂപത്തിലുള്ള പുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യാം. നമ്മുടെ ജ്യേഷ്ഠത്തിയുടെ മകനുമായി നമ്മുടെ പെൺമക്കൾ യാത്ര ചെയ്യാം. ഒരുപക്ഷെ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു വലിയ വിഷയമായി പറയേണ്ടതുണ്ടോ? ഇതൊക്കെ ഒരു വലിയ വിഷയമായി പറയേണ്ടതുണ്ടോ? ഓടി വരുന്ന നമ്മുടെ വീട്ടിലേക്ക് ഇപ്പറയപ്പെട്ട ആളുകളൊക്കെ. ഭർത്താവിന്റെ അനുജൻ കയറി വരിക, നമ്മുടെ ഭാര്യയുണ്ട്, ആദ്യം തന്നെ പറയെന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പറയുന്നത് നല്ല കാര്യ, ചെയ്യുന്നത് നല്ല കാര്യ, പക്ഷെ എന്താ? മുസാഫാത്ത് നല്ല കാര്യ, പക്ഷെ അവിടെ എന്താ? ഹറാമാ. കാരണം എൻ്റെ ഭാര്യയും എൻ്റെ അനുജനും അന്യപുരുഷനും അന്യ സ്ത്രീയുമാ. അവർ തമ്മിൽ മുസാഫഹത്ത് പോലും പാടില്ല. ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. ഞാൻ അന്യ സ്ത്രീകൾക്ക് എന്ത് ചെയ്യൂല? മുസാഫഹത്ത് നൽകൂല. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇതൊക്കെ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ പേരിട്ട് വിളിക്കാറുള്ള ആങ്ങള പെങ്ങളെന്നൊക്കെ പറയുന്ന ബന്ധം നമ്മൾ പഠിക്കണം. ബന്ധങ്ങളെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞ ബന്ധങ്ങൾ ഏതൊക്കെ? മഹറമാണെന്ന് പറഞ്ഞ ആളുകൾ ആരൊക്കെ? മഹറമല്ല എന്ന് പറഞ്ഞവരാരൊക്കെ? തീർച്ചയായും സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് വിദ്യാലയങ്ങളിലെ കോളേജ് ക്യാമ്പസുകളിലെ ടൂറുകൾ, വിനോദയാത്ര എന്ന് പറഞ്ഞ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രകളും ടൂറുകളുമൊക്കെ, അതിനപ്പുറത്തുള്ള രാപ്പാർക്കലുകളും സഹവാസങ്ങളുമൊക്കെ, ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്കാണ് പലപ്പോഴും കൊണ്ടുപോയി ചെന്നെത്തിക്കാറുള്ളത്. നമ്മൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ? നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവരെ അടിക്കണം. ആ അടിക്കണമെന്ന് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? വഫർരിഖു ബൈനഹും ഫിൽ മലാജിഇ. 10 വയസ്സായി കഴിഞ്ഞാൽ മക്കളെ കിടപ്പറ വേർപ്പെടുത്തണമെന്ന, നമ്മുടെ കിടപ്പറയിൽ നിന്നും മക്കളെ മാറ്റി കിടത്തണമെന്ന, 10 വയസ്സായ മക്കളെ മാതാപിതാക്കളുടെ കൂടെ പോലും കിടത്താൻ പാടില്ല എന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വലാ യുഫ്ലിർ റജുലു ഇലൽ റജുലി ഫി സൗബ് ഫലാ തുഫ്ലിൽ മർഅതു ഇലൽ മർഅതി ഫി സൗബ്. രണ്ട് പുരുഷന്മാർ ഒരേ സമയം ഒരു പുതപ്പിനു കീഴിൽ താമസിക്കാൻ പാടില്ല. 2 സ്ത്രീകൾ ഒരേ സമയം ഒരു പുതപ്പിന് കീഴിൽ താമസിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു പുതപ്പിന് കീഴിലെ 2 പുരുഷന്മാരായാലും പാടില്ല എന്നാ, 2 സ്ത്രീകളായാലും പാടില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും പാടില്ല എന്നല്ല പറഞ്ഞ്. പിന്നെന്താ? 2 പുരുഷന്മാരായാലും 2 സ്ത്രീകൾ മാത്രമായാലും ഒരു പുതപ്പിന് കീഴിൽ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒക്കെ നിങ്ങൾ ഒരേ ഉദരത്തിൽ നിന്ന് വന്ന ഒരേ വർഗത്തിൽപ്പെട്ടവർക്ക് പോലും ഒരു പുതപ്പിനുള്ളിൽ രാപ്പാർക്കരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പിന്നെ കോളേജ് ക്യാമ്പസ് ടൂറുകൾ പറയേണ്ടതുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കണം, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പെൺമക്കളുമായി ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം. ഒരു നിലക്കും എന്തിന്റെ പേര് പറഞ്ഞാലും ശരി, ഗേൾസും ബോയ്സും ഇടകലർന്നുള്ള യാത്രയാണെങ്കിൽ ഒരു നിലക്കും ദുനിയാവിൽ എന്ത് ലാഭം കിട്ടും എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ മക്കളെ അതിനനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അതൊക്കെ ഇസ്ലാം ഒരു സ്ത്രീയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നിടത്ത് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് അവൾക്ക് അച്ചടക്കം ഉണ്ടാവാന്നുള്ളത്. അച്ചടക്കമുള്ളൊരു പെണ്ണ്, നോട്ടത്തിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, സംസാരത്തിൽ, എല്ലാ രംഗത്തും അച്ചടക്കം. വിശുദ്ധ ഖുർആൻ നല്ലൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താ നല്ല പെണ്ണ്? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഫസ്വാലിഹാത്ത്, സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ഖാനിതാതുൻ, അവൾ അച്ചടക്കമുള്ളവളാ,
ഹഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു കാത്തു സൂക്ഷിച്ചതുപോലെ എല്ലാ രംഗത്തും അസാന്നിധ്യത്തിൽ പോലും അഥവാ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ പോലും കാത്തു സൂക്ഷിക്കുന്നവളാകുന്നു അവൾ. എല്ലാ രംഗത്തും അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്നവൾ. നോക്കൂ നിങ്ങൾ, നോട്ടത്തിന്റെ വിഷയം പ്രത്യേകമായി ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാന്റെ വാചകം വിശ്വാസികളോട് നബിയെ പറയണം, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. വിശ്വാസികളോട് പറയൂ നബിയെ, അവരുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് താഴ്ത്താൻ പറയൂ നബിയെ, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറയൂ. അതവർക്ക് സുരക്ഷ നൽകും, അതവർക്ക് തസ്കിയത്ത് നൽകും. അവരോട് പറയണം, അവരെന്ത് കാണുന്നുണ്ടെങ്കിലും അവരെന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അല്ലറിയുന്നുണ്ട് എന്ന കാര്യം അവരോട് പറയണം. തീർന്നില്ല, വകുല്ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ സഹോദരിമാരോടും പറയണം നബിയെ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണം. വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറയണം. നോക്കൂ നിങ്ങൾ, വിശ്വാസികളായ പുരുഷന്മാർക്കും വിശ്വാസിനികളായ സ്ത്രീകൾക്കും ഒരുപോലെ അല്ല നിർബന്ധമാക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഒരിക്കലും ഹറാമിലേക്ക് നോക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഒരു അന്യ സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ, മനഃപൂർവ്വം നോക്കാൻ, അത് ഹറാമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ണ് പിൻവലിക്കാൻ വിശ്വാസികളെ നിങ്ങൾക്കാവണം. ഹറാമാണെന്ന് മനസ്സിലായാൽ അത് നേരിട്ടായാലും ശരി, അത് സ്ക്രീനിലൂടെയായാലും ശരി, അത് സിനിമയായാലും ശരി, അത് ഫോട്ടോ ആയാലും ശരി, അത് സീരിയലായാലും ശരി, എന്തായാലും ശരി, ഹറാമാണോ, അന്യ സ്ത്രീയുടെ ഔറത്താണോ, അന്യ പുരുഷന്റെ ഔറത്താണോ, ഒരിക്കലും ഒരു മനുഷ്യന് പ്രത്യേകിച്ച് വിശ്വാസിക്ക് നോക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നോക്കുങ്ങള്, ഇന്ന് നമ്മുടെ വീട്ടിലെ സിനിമ, നമ്മുടെ വീട്ടിലെ സീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബത്തിൽ തന്നെയും നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതമില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെയും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ സുരക്ഷരല്ല. അവിടെ പോലും സുരക്ഷയില്ല അവർക്ക്. പിന്നലെ നാട്ടിലെ കാര്യം, പിന്നലെ റോട്ടിലെ കാര്യം, കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ല അവർ എന്നൊരവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം തേടി മറ്റെവിടെയും അലയേണ്ടതില്ല. മറ്റെവിടെയും നമ്മൾ പോകണ്ട. നേരെ നോക്കിയാൽ മതി, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു TV ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹലാലിന് ഉപയോഗിക്കാം, ഹറാമിന് ഉപയോഗിക്കാം. പക്ഷെ അമ്മ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്? എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ സമ്പത്ത് കൊടുത്ത് വാങ്ങി വെച്ചിട്ടുള്ള എന്റെ വീട്ടിലെ TV-യിൽ ഹറാമിന്റെ രംഗവും ഞങ്ങൾ കാണുന്നില്ല, സാക്ഷിയാവുന്നില്ല എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഭാര്യ സിനിമ കാണുന്ന ഭാര്യയാണെങ്കിൽ, നമ്മുടെ പെൺമക്കൾ സിനിമ കാണുന്നവരാണെങ്കിൽ, നാം സിനിമ കാണുന്നവരാണെങ്കിൽ, പിന്നെ നമ്മുടെ മക്കൾ നമ്മെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കളുണ്ട് എന്ന് പരാതി പറഞ്ഞെവിടെയെങ്കിലും പോണോ? വേണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് വരില്ല തന്നെ. ഹത്താ യതസാമദു ഫി ത്വരീഖി തസാമുദൽ ഹമീർ, പല ആവർത്തി ഞാൻ തന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഹദീസാ. എന്താ ഇത്? കഴുതകൾ ഇണചേരും പോലെ മനുഷ്യന്മാർ പരസ്യമായി നാണമില്ലാതെ നാൽക്കാലികളുടെ കൂട്ടത്തിൽ തന്നെയും ഏറ്റവും തരം താഴ്ന്ന ജീവിയായി എന്നറിയപ്പെടുന്ന കഴുതകൾ ഇണചേരും പോലെ മനുഷ്യന്മാർ ഇണചേരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ വരും. സ്വഹാബികളെ ചോദിച്ചു, ഇന്ന ദാലിക ലകാഇറു യാ റസൂലല്ലാഹ്, അങ്ങനെ സംഭവിക്കോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ? ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യന്മാർ, നാണമുള്ള ലജ്ജയുള്ള മനുഷ്യന്മാർ, നാൽക്കാലികളുടെ കൂട്ടത്തിൽ ഏറ്റവും തരം താഴ്ന്ന ജീവിയായ കഴുതകളാണ് ചേരും പോലെ, നാണമില്ലാതെ, ബന്ധങ്ങൾ നോക്കേണ്ടതില്ലാതെ, മറകൾ നോക്കേണ്ടതില്ലാതെ, സമയങ്ങളും സ്ഥലങ്ങളും നോക്കേണ്ടതില്ലാതെ ഇണചേരുന്നത് പോലെ മനുഷ്യന്മാർ ഇണചേരുന്ന ഒരു കാലഘട്ടം സമൂഹത്തിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം ലയകൂനന്ന, അതേ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് സംഭവിച്ചില്ലേ? പരിധികളെല്ലാം പിച്ച് ചീന്തി, എല്ലാ മറകളും പിച്ച് ചീന്തപ്പെട്ടിട്ടില്ലേ നമ്മുടെ വീട്ടിൽ? നമ്മുടെ ഭാര്യ ഒരു പെണ്ണ, നമ്മുടെ ഉമ്മ ഒരു പെണ്ണ, നമ്മുടെ സഹോദരിയും ഒരു പെണ്ണ, നമ്മുടെ പെൺമക്കളും അത് പെൺവർഗം തന്നെയാണ്. പക്ഷേ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയല്ല എന്റെ ഉമ്മയോട് ഞാൻ സംസാരിക്കുക. അവർ രണ്ടാളും പെണ്ണ, പക്ഷെ രണ്ടാളോടുള്ള സംസാരം വ്യത്യാസമുണ്ട്.
എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയല്ല എന്റെ സഹോദരിയോട് ഞാൻ സംസാരിക്ക. അവൾ രണ്ടാളും പെണ്ണ, പക്ഷെ രണ്ടാളോടുമുള്ള സംസാരത്തിന്റെ രീതി വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു വാപ്പാക്ക് തന്റെ മകളോട് സംസാരിക്കാൻ പാടില്ലാത്ത രംഗങ്ങൾ സ്ക്രീനിലൂടെ നേരിട്ട് വാപ്പയും മകളും ഒന്നിച്ചിരുന്ന് നേർക്ക് നേരെ കാണാം, എന്നിട്ട് കണ്ടാസ്വദിക്ക. ഒരു സഹോദരന് തന്റെ പെങ്ങളോട് പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ സ്ക്രീനിലൂടെ നായകനും പറയുന്നത് നേരിട്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു ഒന്നിച്ചിരുന്ന്. എല്ലാ മറകളും പിച്ച് ചീന്തപ്പെട്ട് വലിച്ചെറിയപ്പെട്ട ഒരു സമൂഹത്തിൽ പിന്നെവിടെയാ പ്രിയപ്പെട്ടവരെ, പിന്നെവിടെയാ സഹോദരങ്ങളെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന പ്ലേ കാർഡും വേണ്ടിക്കൊണ്ട് നമ്മൾ ഇറങ്ങേണ്ടത് റോഡിലേക്കോ തെരുവിലേക്കോ? ആദ്യം വീടല്ലേ നന്നാക്കേണ്ടത്? ആദ്യം വീട്ടിൽ അവർ സുരക്ഷിതരാണ് എന്നല്ലേ ഉറപ്പുവരുത്തേണ്ടത്? അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കണം. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് നൽകുകയാണ് ഭൂരിഭാഗം സീരിയലുകളും അങ്ങനെ തന്നെ. കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് നമ്മൾ വായിച്ചു കടലുണ്ടിയിലെ ഒരു സംഭവം. ഒരു ഉമ്മയ തന്റെ 2 കുട്ടികളെ കടലുണ്ടിയിലെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ഉമ്മയും ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ വായിച്ചു. കാരണം ഒരു പക്ഷേ അത് കേട്ടപ്പോഴേക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും കുടുംബ കലഹങ്ങളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെയാണെന്ന്. അല്ല, എന്താ പ്രശ്നം എന്നറിയോ? ആ സ്ത്രീയുടെ സഹോദരന്റെ മക്കളെ സ്കൂളിൽ ചേർത്തിയിട്ടുള്ളത് വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഉന്നതമായ വിദ്യാലയത്തിലാണ്. തന്റെ മകനെ സ്കൂളിൽ ചേർത്തേണ്ട സന്ദർഭം വന്നപ്പോ ഭാര്യ പറഞ്ഞു എന്നാണ് ഭർത്താവിനോട്, എന്റെ മോനെ അവിടെ തന്നെ ചേർത്തണം. ഭർത്താവ് പറഞ്ഞു, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ സ്കൂളിൽ ചേർത്താൻ കഴിയില്ല, അവിടെ ഡൊണേഷനും ഫീസൊക്കെ വലുതായി നമ്മൾ കൊടുക്കേണ്ടി വരും, അതെനിക്ക് താങ്ങൂല. ഇത് സഹിച്ചില്ല ഭാര്യക്ക്. തന്റെ ആങ്ങളയുടെ മക്കളുടെ മുമ്പിൽ, ആങ്ങളയുടെ ഭാര്യയുടെ മുമ്പിൽ താൻ ചെറുതായി പോകും എന്ന തോന്നൽ തന്റെ മക്കളെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് പിന്നാലെ താനും ചാടി ആത്മഹത്യ ചെയ്തു എന്ന ഒരു രംഗത്തിലേക്ക് നയിച്ചുവെങ്കിൽ ആരാ അതിന്റെ പിന്നിലെ വില്ലൻ? ആരാ? നമ്മൾ ആലോചിക്കണ്ടേ? ഇതൊക്കെ പണ്ട് പലയിടത്തും കേട്ടിരുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്ന് അയൽവക്കത്തല്ല കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നടത്തം സൂക്ഷിക്കാൻ പറഞ്ഞു ഇസ്ലാം, അല്ലേ? ഇസ്ലാം പറഞ്ഞു അലങ്കാരം വെളിപ്പെടുത്തുന്ന രൂപത്തിൽ കാലിട്ടടിച്ച് നടക്കാൻ പാടില്ല. താൻ നടക്കുമ്പോൾ മറ്റുള്ളവർ തന്നെ ആകർഷിക്കുന്ന രൂപത്തിലാവാൻ പാടില്ല നടത്തം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, സ്ത്രീ ഹൈ ഹീലുള്ള ചെരുപ്പ് പോലും സ്ത്രീ ധരിക്കാൻ പാടില്ലെന്ന. കാരണം അവരുടെ നടത്തത്തിന്റെ ഷേപ്പ് മാറ്റുമെന്ന. നോക്കുങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഗന്ധം പൂശ ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലാൻ അനുവാദമുണ്ടെങ്കിൽ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം. താൻ സുഗന്ധം പൂശി പുറത്തിറങ്ങുമ്പോ മറ്റുള്ളവർ ആ സുഗന്ധത്തിലൂടെ തന്നെ ആകർഷിക്കുന്നുവെങ്കിൽ, അനുഭവിക്കുന്നുവെങ്കിൽ, ആസ്വദിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ വാചകം മാത്രം അവകാശപ്പെട്ടത് നമ്മുടെ ഭാര്യ. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നാട്ടിലെ റോട്ടിലെ കാമവെറിയന്മാർക്കും ഭ്രാന്തന്മാർക്കും ആസ്വദിക്കാനോ അനുഭവിക്കാനുള്ളതോ അല്ല നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം. അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതാണ് നമുക്ക് വലുത്. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം. അതിനേക്കാൾ അപ്പുറത്ത് എന്ത് കണ്ടാലും അതിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് എന്റെ ഭാര്യയുടെ സൗന്ദര്യം, എന്റെ ഭർത്താവിന്റെ സൗന്ദര്യം. ഇല്ല, ഞാൻ എന്റെ ഭാര്യയെ ചതിക്കില്ലൊരിക്കലും, ഞാൻ എന്റെ ഭർത്താവിനെ ചതിക്കില്ലൊരിക്കലും എന്ന് പ്രഖ്യാപിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൗന്ദര്യം ഭർത്താവിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുക. 2 ഹദീസ് കൂടെ കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു നാമിസത വൽ മുതനമ്മിസ ലഅനല്ലാഹു വാസിലത വൽ മുസ്തൗസില. പുരികം പഠിക്കുന്ന പെണ്ണിനെയും പുരികം പഠിച്ചു കൊടുക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. മുടി വെച്ചു കൊടുക്കുന്നവളെയും മുടി വെക്കുന്നവളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഭംഗി കൂട്ടാനാ പല ആളുകളും. ആർക്ക് വേണം ഭംഗി? നാട്ടിലെ കാമവെറിയന്മാർക്ക് ആസ്വദിക്കാലോ. എന്നിട്ടാണോ പറയുന്നത് സ്ത്രീക്ക് സുരക്ഷിതമില്ല എന്ന്? നന്നായിട്ട് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ രംഗത്തും അച്ചടക്കമുള്ള പെണ്ണായി ആ രൂപത്തിൽ നടക്കുക മാത്രമേ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അല്ലേ? നമ്മുടെ പെൺമക്കളെ സുരക്ഷിതമായ ഒരു മേഖലയിൽ എത്തിക്കുക എന്നത് രക്ഷിതാക്കളായ നമ്മുടെ ബാധ്യതയാണ്. സ്ത്രീ പ്രായമായി കഴിഞ്ഞാൽ, പെൺകുട്ടി പ്രായമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആരെയെങ്കിലും ഏൽപ്പിക്കുക എന്നതല്ല,
മറിച്ച് മതബോധമുള്ള ഒരുത്തനെ കണ്ടെത്തി അവന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അവന്റെ സാലറി പ്രശ്നമാക്കണ്ട, അവനൊരു പക്ഷേ ഇവിടെ ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് നോക്കണ്ട, അവന് മതബോധമുണ്ടോ, അള്ളാനെ ഭയപ്പെടുന്നവനാണോ, ആദർശമുള്ളവനാണോ എന്ന് നോക്കി അവന് വിവാഹം ചെയ്തു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. അതല്ലാതെ മറ്റൊരുപാട് ദുനിയാവിലെ ഭൗതികമായ സാഹചര്യങ്ങൾ നോക്കി നിക്കാഹ് ചെയ്തു കൊടുത്താൽ ഒരുപക്ഷേ അവിടെ സുരക്ഷിതത്വം സഹോദരങ്ങളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കാം. അവസാനമായി ഉമ്മമാരോട് പറയട്ടെ, ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്ന നിബാബിയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മമാരെ, അവരാണ് പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ ഉപദേശങ്ങൾ നൽകേണ്ടത്. ഉമ്മമാർ നൽകേണ്ട ഉപദേശം ഉമ്മമാർ തന്നെ നൽകണം, അത് മറ്റാർക്കും നൽകാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവർ പ്രായപൂർത്തിയാകുന്ന സമയത്തും അവരുടെ വിവാഹത്തിന്റെ സമയത്തും അങ്ങനെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ സഹോദരങ്ങളെ നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്കാവണം. അവിഹിത ബന്ധങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ഇന്റർനെറ്റിന്റെ ലോകം നമ്മളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നു. ചാറ്റിങ്ങിലൂടെ ചീറ്റിങ്ങും അതേപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ദുരുപയോഗങ്ങളും നമുക്ക് നടക്കുമ്പോൾ, ആ രൂപത്തിലുള്ള പ്രണയങ്ങൾ നടക്കുമ്പോൾ, കൗമാരപ്രായങ്ങളും ടീനേജ് പ്രായങ്ങളും അവിഹിത മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, സുരക്ഷിതത്വം ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ തന്നെയാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് എപ്പോഴൊരു സ്ത്രീ ജീവിക്കുന്നുവോ അവിടെ മാത്രമേ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി നടക്കാൻ സാധിക്കൂ. ഏത് സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹ് കൂടെയുണ്ട് എന്നൊരു തോന്നൽ, ആ രൂപത്തിൽ ജീവിച്ചാൽ തീർച്ചയായും അവിടെ സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും നമുക്കാവണം. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഷോക്ക് ട്രീറ്റ്മെന്റുകൾ മാത്രമാണ്, ഒരു പാഠങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി അതിലൂടെ പാഠങ്ങൾ പഠിച്ച് കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ നമുക്കാവണം. നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാർക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമാന തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ പടച്ചറബ്ബ് നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യയിലും നമ്മുടെ മക്കളിലും നമ്മുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികളായ ഉപ്പമാര്, പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ഉപ്പയും ഉമ്മയും അള്ളാഹു അവർക്ക് എല്ലാ അർത്ഥത്തിലും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.